ചോരുന്നുണ്ട്. അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. ബെഡ്റൂമില് ഞാൻ കിടക്കുന്നിടത്തില്ല, ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളില് നന്നായിട്ടുണ്ട്. ലിവിംഗില് ഉണ്ട്. കഷ്ടം തന്നെ രേണു നിന്റെ കാര്യം. പണ്ടൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയുമായിരുന്നു, ദാനം കിട്ടിയ പശുവിൻ്റെ അകിട് നോക്കരുതെന്ന്, അതിൻ്റെ വലിപ്പം നോക്കരുതെന്ന്. അതുപോലെയാണ് നിന്റെ കാര്യം. സുധിച്ചേട്ടൻ മരിച്ചതിൻ്റെ പേരിൽ നിനക്കും മക്കൾക്കും തെരുവിൽ കിടക്കേണ്ടി വരരുത് എന്ന് കരുതിയാണ് സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവർ എല്ലാവരും കൂടി സ്ഥലവും തന്ന് വീടും വെച്ച് തന്നത്. നീ അവരെ ഇത്രത്തോളം അവഹേളിച്ച് അല്ലെങ്കിൽ ഒരു ദാക്ഷിണ്യവും കൂടാതെ പബ്ലിക്കായിട്ട് ഇത്ര ആക്ഷേപിക്കരുതായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ നിനക്ക് എന്താണ് കിട്ടിയത്? നീ വിചാരിക്കുന്നത് നീ എന്ത് പറഞ്ഞാലും ആൾക്കാരത് ഏറ്റെടുത്ത് അതിനെ ഏറ്റെടുത്ത് വലിയ രീതിയിലൊരു ന്യൂസാക്കി അവർക്കെതിരെ സംസാരിച്ച് എല്ലാവരും നിൻ്റെ കൂടെ നിൽക്കും, സപ്പോർട്ട് ചെയ്ത് നിൽക്കും എന്നായിരിക്കും നിൻ്റെ വിചാരം. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ കുറച്ച് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് നീ കുറച്ച് ഫേമസ് ആയി എന്ന് വിചാരിച്ചിട്ട് അത് സുധിച്ചേട്ടൻ്റെ ഒരു ദാനം മാത്രമാണ് നീ ഇത്രയും ഫേമസ് ആയത്. അല്ലാതെ നിൻ്റെ ഒരു കഴിവും കൊണ്ടല്ല. നിനക്ക് അഭിനയിക്കാനും അറിയില്ല. ഇനി ഇതിൻ്റെ പേരിൽ കുറേ ഫാൻസ് വന്ന് എന്നെ തെറി വിളിക്കുമായിരിക്കും, കുഴപ്പമില്ല. ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. സുധിച്ചേട്ടൻ്റെ മോനെ, അമ്മയില്ലാത്തൊരു കുഞ്ഞിനെ നീ നോക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണ് എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ നിന്നത്. പക്ഷേ ഇപ്പം നീ ഈ കാണിച്ചത് മണ്ടത്തരം തന്നെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ആദ്യം സ്ഥലം തന്ന ബിഷപ്പിനെ നീ പബ്ലിക്കായിട്ട് നാണം കെടുത്തി. എന്നിട്ട് നീ ഒന്നും അറിഞ്ഞടോ ഇല്ല, കേട്ടടോ ഇല്ല, നീ ഒന്നും പറഞ്ഞിട്ടോ ഇല്ല എന്ന രീതിയിലാക്കി. അതിനുശേഷം ഇപ്പം വീട് വെച്ച് തന്ന അദ്ദേഹത്തെ നീ അവഹേളിച്ച് സംസാരിച്ചു ഇത്രയും പബ്ലിക്കായിട്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റി. നിൻ്റെ ഉള്ളിൽ നിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എന്താണെന്നും ശരിക്കും ഉള്ള നീ എന്താണെന്നും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റി. അദ്ദേഹം വന്ന് എത്ര വിഷമത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു ക്ലോക്കിൻ്റെ ആണി ഊരിപ്പോയേന് അവരാണോ വന്ന് ശരിയാക്കി തരേണ്ടത്? ഇത്രയും ബുദ്ധിയില്ലേ നിനക്ക്? അല്ലെങ്കിൽ നിൻ്റെ പപ്പ ഉണ്ട്, നിൻ്റെ ചേട്ടനുണ്ട്, നിൻ്റെ ചേട്ടത്തിയുണ്ട്, ചേട്ടത്തിയുടെ ഹസ്ബൻഡുണ്ട്. ഇത്രയും പേരുണ്ടായിട്ടും അവർക്ക് ആർക്കും അതൊന്നും അടിച്ചു വെക്കാനോ ഒന്നും പറ്റിയില്ലേ? എന്തൊരു കഷ്ടമാണിത്. സത്യത്തിൽ നീ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നീയും നിൻ്റെ വീട്ടുകാരും ആ വീടും സ്ഥലവും കിച്ചുവിനും കുഞ്ഞിനും വേണ്ടി വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ വാടക വീട്ടിൽ പോയി താമസിക്കുക. അതാണ് ഇതിലും ബെസ്റ്റ്. എന്തായാലും നീ 24 മണിക്കൂറും പറയുമായിരുന്നല്ലോ, എനിക്കാരും സ്ഥലവും വീടും തന്നിട്ടില്ല, എൻ്റെ പേർക്കാരും തന്നിട്ടില്ല എന്ന് നീ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ. അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. നീ എന്തിനാണ് അവിടെ അധികം നിൻ്റെ വീട്ടുകാരെയും പിടിച്ചു കിടത്തി ആ വീടിനെ ഒരു സുധിലയം, എന്താ അതിന് പറയുന്നത്, സുധിലയത്തിനെ ഒരു വേസ്റ്റ് ഇടുന്ന സ്ഥലം പോലെ ആക്കി വെച്ചില്ലേ? കിച്ചുവിനൊരു റൂം അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ റൂം എവിടെ? ആ റൂം കാണാനില്ല. ആ റൂമിൻ്റെ അവസ്ഥ എന്താണ്? സുധിച്ചേട്ടൻ്റെ അത്രയും വിലപിടിപ്പുള്ള അവാർഡ് നിസ്സാരം പോലെ ചാക്കിൽ കെട്ടി കട്ടിലിനിടയിൽ സൂക്ഷിച്ചെന്ന് പറയുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് അതെന്താണെന്നുള്ളത്. അതിന് നീ പറഞ്ഞ കാരണം ചെറിയ കൊച്ചല്ലേ, അവനറിയില്ല, അതുകൊണ്ട് അവൻ എടുത്ത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് കട്ടിലിനടി വെച്ചതെന്ന്. അങ്ങനെയുള്ള കുഞ്ഞിന് സെപ്പറേറ്റ് റൂമോ? അതും കുഞ്ഞൊറ്റയ്ക്ക് കിടന്നുറങ്ങുന്നു. നിനക്ക് പ്രത്യേകം റൂം. നീ അങ്ങനെയല്ലേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്? അല്ല, ഇൻ്റർവ്യൂവിലല്ല, നീ മീഡിയക്കാരോട് പറഞ്ഞത്. കുഞ്ഞ് കിടക്കുന്ന റൂം ചോരുന്നുണ്ട്, ഞാൻ കിടക്കുന്ന റൂം ചോരുന്നില്ല. ആ ചോർച്ചയുള്ള റൂമിലാണോ കുഞ്ഞിനെ കിടത്തുന്നത് നീ?
അത്രയ്ക്കുള്ള വിവരമേ നിനക്കുള്ളോ? നീ ആരെങ്കിലും നെഗറ്റീവ് പറയുന്നെന്നും പറഞ്ഞുകൊണ്ട് നീ കിടന്നുകൊണ്ട് ഘോരം പ്രസംഗിക്കുകയും അട്ടഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് ഇതാണോ നിന്റെ ബുദ്ധിയും വിവരവും? സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുന്നു നിന്നെ കാണുമ്പോഴും, അല്ലെങ്കിൽ നീ കാണിക്കുന്ന ഈ പ്രവൃത്തിയൊക്കെ കാണുമ്പോഴെല്ലാം പുച്ഛമാണ് തോന്നുന്നത്, വെറും പുച്ഛം. ആ സുധിച്ചേട്ടൻ്റെ പേര് കളയാനും ഇപ്പം ആ വളർന്നു വരുന്ന 2 കുഞ്ഞുങ്ങളുടെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? എന്തിന്? ആരെ കാണിക്കാൻ? നീ ഇനിയെങ്കിലും ആ നിൻ്റെ പേരിൻ്റെ വാലിലുള്ള ആ സുധിച്ചേട്ടൻ്റെ പേരെടുത്ത് മാറ്റി അദ്ദേഹത്തെ ഇനിയും നാണം കെടുത്താതെ. നീ അദ്ദേഹത്തിൻ്റെ പേരിലല്ലേ ഇപ്പോഴും നീ വളർന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിന്? എന്തൊരു പ്രഹസനമാണ്? ഇനിയെങ്കിലും അതൊന്ന് നിർത്ത്, മതിയാക്ക്. എല്ലാവർക്കും മനസ്സിലായി എല്ലാം.